അമ്മാവാ, അമ്മായിയേ, അമ്മാവോ, അമ്മായിയേ. എന്നാണ്ടാ നീ ശരണം വിളിച്ചുകൊണ്ട് പറഞ്ഞത്? അമ്മായി, അമ്മാവനെന്തേ? നിന്റെ നെറ്റിമ എന്തെന്നാടാ വൈറ്റ് വാഷ് ചെയ്ത് വെച്ചേക്കണത്? അതെ, ഞാനിങ്ങോട്ട് പോരുന്ന വഴിക്കേ കൃഷ്ണന്റെ അമ്പലത്തിൽ കയറി അമ്മാവനും അമ്മായിക്കും വേണ്ടി കൊറേ പ്രാർത്ഥിച്ച്. അപ്പൊ നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അവർക്ക് വേണ്ടി നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, എന്നാലും എന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ ഈശ്വര, എന്റെ അച്ഛനൊന്നും വരത്തില്ലെന്ന്. വെറുതെ അല്ല, 15 കൊല്ലായി നിന്റെ അച്ഛൻ പോയിട്ട്. പ്രാർത്ഥിച്ച് 15 കൊല്ലായിട്ടും തിരിച്ചു വരണില്ലല്ല. നീ ഈ അച്ഛനും ഒന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെ അങ്ങേര് തിരിച്ചു വരും? അമ്മാവനെന്ത്? അമ്മാവൻ എവിടെ ഉണ്ട്? എന്തേ? ഒന്ന് വിളിക്കാം, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. എന്തുന്നാടാ? അത് അത്യാവശ്യം ഒന്ന് വിളിച്ചേ അമ്മാവനെ. ചേട്ടോ. അമ്മാവാ. എന്താടാ അമ്മ എങ്ങനെ വിളിച്ചിരുന്ന? അതെ, വേറൊന്നുമില്ല അമ്മാവ, എന്റെ കൂടെ പഠിച്ചവരൊക്കെ കല്യാണം കഴിഞ്ഞു. എന്റെ മാത്രം കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരും കളിയാക്കണ്. മാമ എങ്ങനെയെങ്കിലും ആ കോയക്കാനോടൊന്ന് വിളിച്ചേ, ബ്രോക്കർ കോയക്കാനോടൊന്ന് വിളിച്ചു പറയോ. മാമ പറഞ്ഞാല് സമ്മതിക്കാന്നാണ് കോയക്ക പറയണ. അതെ. എടാ, ആ രാമകൃഷ്ണൻ ഒരു കല്യാണക്കാരായിട്ട് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടിരുന്നില്ല, അതെന്തായി? അത് അമ്മായിക്കൊരു കാര്യം അറിയോ, അത് ഭയങ്കര സംഭവമാണ്. അമ്മ ചെന്ന് കയറുമ്പോ എന്താണ് ചോദിക്കണ, പെണ്ണിനോട് പഠിച്ചോന്ന് ചോദിക്കൂലേ. ഞാൻ ചോദിച്ചു എന്തോരം പഠിച്ചു. അപ്പൊ അവള് പറയുന്നത് ഡിഗ്രി തോറ്റത്. അതെനിക്കിഷ്ടായില്ല. ഞാൻ പറഞ്ഞു ഡിഗ്രി തോറ്റ പെമ്പിള്ളേര് വീട്ടിലിരിക്കാണ്ട് SSLC ചെയ്ത് പാസ്സായി പോകാൻ പറ്റും. അതാണെങ്കിലോ അപ്പൊ അവളെ അച്ഛന് ഇഷ്ടായില്ല. അയാളെന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് കുറെ ചീത്ത പറഞ്ഞേക്ക്. എനിക്കത് ഇഷ്ടായില്ല. അവിടുന്ന് നിന്നൊക്കെ കസാര എടുത്തിട്ടുണ്ടല്ലോ, ഒരെണ്ണം ഞാൻ അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് മാമ? അത് പോട്ടെ മാമ, ഇതൊന്ന് പറയോ മാമ? കോയക്കാനോടൊന്ന് വിളിച്ചു പറഞ്ഞ കോയക്ക എന്തായാലും മാമൻ പറഞ്ഞ പെണ്ണെ കാണിക്കാൻ പോകും. എന്തിനാണ് മാമ? എടാ, കോയക്കാനോടൊക്കെ ഞാൻ പറയാ, നീ വല്ല പണിക്കും പോവോ? പണിക്ക് പോവും മാമ, പണിക്ക് പോവാണ്ടിരിക്കില്ലല്ലോ. പക്ഷെ വെയിലും മഴ ഒന്നും മാറണ്ടേ? വെയിലും മഴ മാറിയിട്ട് നീ ഇപ്പൊ ഒരുപാട് പണിക്ക് പോവും. ശരി, നീ മര്യാദക്ക് പണിക്ക് പോവും. അത് പോയിക്കൊണ്ട് എന്തായാലും 100% പോകും ഞാൻ. എന്നാ ഞാനും ശ്രമിച്ചു നോക്കട്ടെ. പറയൂ ശ്രീൻ ചേട്ടാ. പോയല്ലേ? ഒന്നും നല്ലായിരുന്നല്ല. പോയാ അവന്റെ കാര്യം ഒന്നും എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായിക്കൂടും. ഞാൻ 10-12 എന്തെങ്കിലും കാണിച്ചല്ലേ. നടന്ന് എന്റെ ചെരുപ്പ് തേഞ്ഞു വീറുന്നല്ലാണ്ട് വേറെ കാര്യം ഉണ്ടായില്ലല്ല. എവിടെയാണ് പോണ്ടെന്ന് വെച്ചാൽ ഒന്ന് പോയി ഒന്ന് കാണിക്കാനാ 2 സ്ഥലത്ത്. ഇനി ശ്രീൻ ചേട്ടൻ പറയുകയാണെങ്കിൽ, ശ്രീൻ ചേട്ടനെ വെക്കുകയാണെങ്കിൽ ഞാൻ ഞായറാഴ്ച പറഞ്ഞതിനൊക്കെ കാണിക്കാം. അപ്പൊ ശരി ശ്രീൻ ചേട്ടാ. ശരി എന്നാ, ശരി. ഓക്കെ. ശ്രീൻ ചേട്ടാ അവിടെ പോയിട്ട് വരല്ലേ? ഒന്ന് പറയണ്ട എന്റെ കബീറെ, കല്യാണത്തിന് പോയിരുന്നു. ആരുടെ? അറിഞ്ഞില്ലേ? ഇല്ല. പെങ്ങളുടെ മോന്റെ. വന്ന ബുദ്ധിരെ. എനിക്ക് വയ്യ. അവനും പെണ്ണ് കിട്ടിയാ? അവനോട് ഇനിയെങ്കിലും പണിക്ക് പോകാൻ പറ. ഞാനവനെ സൈറ്റിലേക്ക് പണിക്ക് വിളിച്ച്, അവൻ വന്നില്ല. അവനെ വെയിലാണ്, തലവേദന വരുന്നു. പിന്നെ അവനോട് ചോദിച്ചു പറഞ്ഞു മഴയാണ്, മഴ മാറിയിട്ട് വരാന്ന് പറഞ്ഞു, നീർദോഷം വരുന്നു. എങ്ങനെ നന്നാവാനാണ് കബീറെ? ഞാൻ ദിവസവും ഞാൻ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ പണിക്ക് പോ പോണ്ടേ. എന്ത് ചെയ്യും? പരമാവധി ഞാൻ പറയും. ഇനി അവനായി അവന്റെ പാടായി. അത്രേ ഉള്ളൂ. നടക്കട്ടെ. ശ്രീ ചേട്ടാ, ഒരു കാര്യം കൂടി, അവനോട് നാളെ മുതൽ പണിക്ക് വരാൻ പറ. സൈറ്റില് ഇഷ്ടംപോലെ പണിയുണ്ട്. ഞാൻ പറഞ്ഞു നോക്കാം, വരണി വരട്ടെ. അല്ലെങ്കിൽ അവന്റെ പെണ്ണ് വേറെ പണിക്ക് കൊണ്ടുവരും. ഇപ്പൊ എന്തെങ്കിലും ആവട്ടെ, അവനായി അവന്റെ പാടായി. ശരി ആയിക്കോട്ടെ. ഓക്കെ. പറഞ്ഞു വരുമ്പോ 1500 കുറവാണ്. എന്നാലും വേണ്ടൂല, മണ്ടനൊരു പെണ്ണ് കിട്ടിയല്ല. അല്ല, ഇത്രയൊക്കെ നിങ്ങൾ ചെയ്താലേ അവൻ ഇനി തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഇവിടെയാണെങ്കിൽ ഒരു ഗേറ്റ് പോലും ഇല്ല. ഈ ഒരു കാര്യം ചെയ്താൽ മതി, ആ പട്ടിനെ കൂടെ അഴിച്ചു വിട്ടാൽ മതി, അവനവന്റെ പാട്ടിന് പോയിക്കോളൂ. അമ്മാവോ, അമ്മായിയേ, കേട്ടോ, പട്ടി അഴിച്ച് വിട്ടോട്ടാ. എന്താടി? അമ്മായിയേ, അവനെ ഏതാണ്ട് മാരണം ഒപ്പിച്ചോണ്ട് വന്നിണ്ടല്ല. അമ്മായിയേ, കൂടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനും ഉണ്ട് കേട്ടാ. എന്ത് കൊണ്ടാണോ? എന്താണ്ടാ? അതാരണ്ട? അത് തരകൻ വക്കീലാണ്. തരകനാ? എന്തിന്റെ തരകൻ? വക്കീലാണ്, വക്കീല് തരകൻ. വക്കീലെ ഇങ്ങോട്ട് കാര്യം പറ.
എന്താണിത്? I am advocate Taragan. You understand? എൻ്റെ ഈ കക്ഷിയെ കൊണ്ട് ഇയാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം കഴിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂട്ടുന്നു. അതിൻ്റെ പേരിൽ നിങ്ങളുടെ പേരിലും ഞാൻ കേസ് ഫയൽ ചെയ്തു. സെക്ഷൻ 415, 420 പ്രകാരം നിങ്ങൾക്ക് ഞാൻ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും. എടാ നീ കാര്യം പറ എന്താണെന്ന്. അമ്മായിക്ക് ഒരു സത്യം അറിയോ? എന്നെ കോയക്കൊണ്ട് പെണ്ണടിച്ചില്ലേ? പെണ്ണടിച്ചപ്പോ കോയക്കോട് എന്താണെന്നറിയോ? മുല്ലപ്പൂ മുട്ടൂട്ടത്തെ പെണ്ണാണെന്നാ പറഞ്ഞത്. ഞാൻ വീട്ടിൽ വന്ന് നോക്കും വീട്ടില്ല. അവളെ പണ്ടോരന്റെ ഇതിലേം പോയേക്കണ്. മുല്ലപ്പൂ മുട്ട് പോലെ എന്നല്ലേടാ പറഞ്ഞേ? അത് വീട്ടിൽ വന്നപ്പോ വിരിഞ്ഞതാടാ. എനിക്കിത് പറ്റൂല കേട്ടോ, ഇത് ശരിയാവൂല. ഞാൻ ഈ ഇതായിട്ട് യോജിച്ചു പോകൂല. അവളിട്ട് ഞാൻ യോജിച്ചു പോലും. വക്കീലൊന്ന് പറഞ്ഞു കൊടുക്ക്. എൻ്റെ കക്ഷിക്ക് ഡൈവേഴ്സ് വേണം. അതെ, വക്കീല് പറഞ്ഞിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഡ്രൈവേഴ്സ് വാങ്ങിത്തായോ? ഡൈവേഴ്സ് അല്ല കുട്ടി, ഡൈവേഴ്സ്. ഇവനോ മണ്ടൻ. ഇവന്റെ വാക്ക് കേട്ട് വന്ന നിങ്ങൾ അതിലും വലിയ മണ്ടൻ. നിങ്ങൾ പറയുന്നു ഞാൻ മണ്ടനാണെന്ന്. അതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരുടെ പേരിലും ഞാൻ വേറൊരു കേസ് ഫയൽ ചെയ്യുന്നു. ചേട്ടാ ആ വാക്കത്തിന് അയ്യോ മോളെ, ഞാൻ വെറുതെ പറഞ്ഞാ. അയ്യോ എന്റെ അമ്മോ. അല്ല നിനക്ക് ഇനി എന്താടാ വേണ്ടത്? അമ്മായി എന്നൊന്നും ചെയ്യില്ല അമ്മായി. അമ്മായി ഇനി ഞാനിങ്ങനെ നിങ്ങളെ വന്ന് ബുദ്ധിമുട്ടിക്കൂല. എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താ പറയടാ? പറയാ. അതെ, നിങ്ങൾക്കറിയാവുന്ന വേറെ വല്ല വക്കീലുണ്ടോ? വെട്ടടിയാണ്. അയ്യോ അല്ല ഇവനെ